Amen. Hallelujah. Praise God. Usually I don't like to do this. പാസ്റ്ററോടുള്ള സമയത്ത് ഞാൻ ചെയ്യാറില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോകുമ്പം ആ ഫുഡ് കഴിച്ചിട്ട് ആരെങ്കിലും പുറത്ത് വന്ന് തട്ടുകടയിൽ ദോശ മേടിച്ച് കഴിക്കുമോ? സോ ഞാൻ വിചാരിക്കുന്നു പാസ്റ്ററോട് ഇല്ലാത്തപ്പോൾ നിങ്ങൾക്ക് നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ തട്ടുകടയിൽ പോകുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. ബട്ട് ടുഡേ ഐ എം കൈൻഡ് ഓഫ് പുട്ട് ഇൻ ദ സിറ്റുവേഷൻ. ബട്ട് ഐ താങ്ക് ഗോഡ്. കർത്താവിനെ ഞാൻ നന്ദി പറയുന്നു. കാരണം every opportunity to be in His presence is a great blessing, and every opportunity to handle His word is a blessing. And I pray for every one of you that you will be in my position too, that you will be here, standing here, and you will be preaching from the word. God will enable you, as Pastor reminded us last week. നമ്മളെ ഓർപ്പിച്ചതുപോലെ നമുക്ക് വലിയ കോളിങ്സ് ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഉപദേശകന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, അപ്പോസ്തലന്മാരുണ്ട്, അങ്ങനെ വിവിധങ്ങളായ കോളിംഗ് നമ്മുടെ മേളിലുണ്ട്. സോ ദീസ് ഡേയ്സ് ഗോഡ് ഈസ് എനേബിളിങ് us to do that. എൻ്റെ ഞാനിന്ന് പാസ്റ്റർ എന്നോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന ഒരു തോട്ട് ഇസ് ഫ്രം ജോബ്, ബുക്ക് ഓഫ് ജോബ്. ഞാൻ ഈ ബുക്ക് ഓഫ് ജോബ് പല പ്രാവശ്യം നേരത്തെ വായിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഞാൻ ഇത്രയും ഒരു ആഴത്തിലായിട്ട് പഠിച്ചിട്ടില്ല. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് WPCയുടെ ഒരു ക്വിസ് കോമ്പറ്റീഷൻ വരുന്നുണ്ട്. അപ്പം ഐ എം കൈൻഡ് ഓഫ് ഫോഴ്സ്ഡ് ടു ഡു ദിസ്. ഇറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ ടു force us to do some things sometimes, right? നമ്മൾ അങ്ങനെ ഇഷ്ടത്തോടെ ചെയ്യാത്തതുകൊണ്ട് തമ്പുരാൻ ചിലപ്പോൾ കയ്യിലൊക്കെ പിടിച്ച് കർത്താവ് കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഇപ്പോൾ ജീവിതത്തിലുള്ളത്. അപ്പോൾ അങ്ങനെ കർത്താവ് പഠിപ്പിക്കുകയാണ്. അപ്പം എന്നെ ഈ ഒരു പോർഷൻ പഠിക്കുന്ന സമയത്ത് പല കാര്യങ്ങൾ പുതുതായിട്ട് കർത്താവ് പഠിപ്പിച്ചു. ആൻഡ് ഐ തോട്ട് ഇറ്റ് വിൽ ഓൾസോ ബെനിഫിറ്റ് യു. സോ ഐ തോട്ട് ഐ വിൽ ബ്രിങ് ദാറ്റ് ടു യുവർ അറ്റൻഷൻ. ഒരു കാര്യം നമുക്കെല്ലാവർക്കും മനസ്സിലാവാത്ത കാര്യം, ബുക്ക് ഓഫ് ജോബ് പഠിക്കുമ്പോൾ നമ്മൾ ഞങ്ങളുടെ ക്വിസിൻ്റെ ഇതിനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ പറയും, വൺ തിങ് വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇയ്യോബിൻ്റെ പരാതികളും അവൻ്റെ പ്രയാസങ്ങളും അവൻ്റെ ബുദ്ധിമുട്ടുകളും ആവലാതികളും എല്ലാം ഒന്നും ദൈവത്തിന് അത് പ്രയാസമായിട്ട് തോന്നിയില്ല. അതേസമയം തൻ്റെ കൂട്ടുകാരുടെ ഡയലോഗ്സ്, അവരുടെ തോട്ട്, അവരുടെ ഫിലോസഫി കർത്താവിന് ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? സോ Holy Spirit spoke to me about this one particular issue, and that is what I want to bring to your attention. നമുക്ക് അറിയാം, എല്ലാവരും നിങ്ങൾ എല്ലാം പഠിക്കാൻ തുടങ്ങി ജോബ്. സോ യു നോ വെരി വെൽ, ആദ്യത്തെ 2 ചാപ്റ്റർ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടപ്പാടുകൾ വരാനിടയായ സാഹചര്യത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്, ആദ്യത്തെ 2 ചാപ്റ്റർ. 3-ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? എന്താണ്? ഇയ്യോബിൻ്റെ സങ്കടം. അദ്ദേഹം കർത്താവിൻ്റെ സന്നിധിയിൽ പകരുകയാണ്. തനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. ഇന്നലെ ഞങ്ങളിവിടെ യൂത്ത് മീറ്റിംഗിന് many of you were here. When we had a group discussion, so from the ladies side, they discussed this. Is it okay to be that raw with God? കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് നമുക്ക് തോന്നുന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ? ഇയ്യോബിനെ പോലെ ഇയ്യോബ് ചെന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ തൻ്റെ ഹൃദയം അങ്ങ് പകരുകയാണ്. ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെട്ടിരിക്കട്ടെ. വൈ ഡിഡ് യു ബ്രിങ് മീ ഇൻ ടു ദിസ് വേൾഡ്? എന്നെ ഈ ഭൂമിയിലോട്ട് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ എനിക്കിതൊന്നും അനുഭവിക്കേണ്ടായിരുന്നല്ലോ. എന്തിനാണ് നീ എന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് റോ ആയിട്ട് ദൈവത്തോട് ചോദിക്കാമോ എന്നാണ് ഇന്നലെ thought was brought forward. And the answer is, not only that He does not prohibit you from going to Him, but He actually encourages you to go to Him. പിള്ളേർ അത് പറഞ്ഞപ്പം ഇന്നലെ ശിവ ബ്രദർ സാംസ് 55 നമ്മൾ വായിച്ചിന്നല്ലേ, സാംസ് 55 അതിൻ്റെ 22 വേഴ്സ് എന്താ പറയുന്നത് അറിയാമോ? കാസ്റ്റ് യുവർ ബർഡൻ അപ്പോൺ ദ ലോർഡ് ആൻഡ് ഹി വിൽ സസ്റ്റെയിൻ യു. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊടുക്കുക, അവൻ നിന്നെ പുലർത്തും. എന്ത് തന്നെ ആയാലും you can go, as the children reminded us today, you can go into the room, you can pour out your heart to your God, and He knows what you're going through. There is nothing you can hide, so you can be raw with Him. That's one lesson from chapter 3. But my topic is not that. My topic is chapter 4. How many of you know what is chapter 4 talking about? എലീഫസിൻ്റെ ജോബിനോടുള്ള ഡയലോഗ്. ഈ ജോബ് ഇത് പറഞ്ഞ് തൻ്റെ ജന്മദിവസത്തെ ശപിക്കുകയും ഒക്കെ ചെയ്തപ്പം ഇത് കേട്ട് എലീഫസിന് സഹിക്കാൻ പറ്റിയില്ല.
റൈറ്റ്? ശരിയല്ലേ? ഒരു ദൈവത്തെ ഇങ്ങനെയൊക്കെ പറയാമോ? അപ്പോൾ നമുക്കും പലപ്പോഴും ഇങ്ങനെയാണ്. ഔട്ട്റീച്ചൊക്കെ പറയാൻ പോകുമ്പം ആൾക്കാർ നമ്മളോട് ചോദിക്കും, സ്വന്തം മകനെ കുരിശിൽ തറച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന ദൈവത്തെയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത്? അപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിലെ ആ ഒരു തീവ്രവാദി സട ഉടഞ്ഞെഴുന്നേക്കും. റൈറ്റ്? കാരണം നമ്മുടെ ദൈവത്തെ നമുക്ക് ഡിഫെൻഡ് ചെയ്യണ്ടേ? വാട്ട് യു തിങ്ക്? ചെയ്യണ്ടേ? നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന്, നമ്മൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ് നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണ്ടേ? എനിക്ക് തോന്നുന്നത് എലീഫസ് അതാണ് ചെയ്യാൻ നോക്കിയത്. ആണോ? എനിവേ, ലെറ്റ്സ് സീ. നമ്മൾ ഈ പോർഷൻ ഓഫ് സ്ക്രിപ്ചറിൽ നിന്ന് പല മെസ്സേജസ് കേട്ടിട്ടുണ്ടാവാം. ബട്ട് ഐ വോണ്ട് ടു you to think new. Just have a fresh perspective. നമുക്ക് ആ ബുക്ക് ഒന്ന് തുറക്കാം. Chapter 4. We'll read through. Okay? And first I want to mention that this guy is from Teman, right? Eliphaz the Temanite. Teman, Jeremiah chapter 49 verse 7, it says that he was from Teman, the city of Edom, and it is known as the seat of wisdom. ജ്ഞാനത്തിൻ്റെ വലിയ ഒരു ഇരിപ്പിടമായിട്ടുള്ള സ്ഥലമാണ് തേമാൻ. അപ്പോൾ ഈ പുള്ളി ഒരു സാധാരണക്കാരനല്ല കേട്ടോ. ഈസ് എ ഫിലോസഫർ ആൻഡ് ഈസ് ഓൾസോ എ വൈസ് മാൻ. റൈറ്റ്? ഓക്കെ. നമ്മൾ ഒരു കാര്യം നമ്മൾ ഈ ചാപ്റ്റർ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താ അറിയാമോ? This is full of common sense and rooted in our his own observations and experiences. ശരിയല്ലേ? നമ്മൾ ലോകത്ത് കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ മനുഷ്യൻ സംസാരിച്ചത്. സോ വി കനോട്ട് സേ ഇറ്റ് ഈസ് റോങ്. സോ ബട്ട് ഹി ബിഗിൻസ് വിത്ത് ലെവലിംഗ് ആൻഡ് അക്യൂസേഷൻ അറ്റ് ജോബ്. ഞാൻ പറഞ്ഞില്ലേ, പ്രൊട്ടക്ട് ചെയ്യണ്ടേ, ദൈവത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി പ്രൊട്ടക്ട് ചെയ്യണം. സോ ഹി സ്റ്റാർട്ടഡ് സേയിങ് ദാറ്റ് ജോബ് ഈസ് ബീങ് എ ഹിപ്പോക്രിറ്റ്. വൈ? ബിക്കോസ് പുള്ളി എല്ലാവരെയും താങ്ങി അവരുടെ പ്രയാസങ്ങളൊക്കെ താങ്ങുകയും നടത്തുകയൊക്കെ ചെയ്ത മനുഷ്യനാണ്. പുള്ളിക്ക് പ്രയാസം വന്നപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഹീ ഈസ് ട്രബിൾഡ്. പുള്ളിക്ക് പ്രയാസം വന്നപ്പം പുള്ളിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഇതേ സംഭവമാണ് ഞാനിവിടെ നിന്ന് വചനം പ്രസംഗിച്ചിട്ട് നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പുറത്തോട്ടിറങ്ങി നാളെ എന്തെങ്കിലും ഒരു പ്രയാസം എൻ്റെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇത് കാണിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയും? എന്നോട് ഇത് തന്നെ പറയും. സെയിം തിങ്. സോ in some ways we can all be hypocrites. It's not easy, right? Because it is not easy to practice what we preach. So it's difficult. അതാണ് ഈ മനുഷ്യൻ അദ്ദേഹത്തോട് പറയുന്നത്. വേഴ്സ് 6 പുള്ളിക്കാരൻ ഒരു ചോദ്യം ചോദിക്കുന്നു. വേഴ്സ് 6, you can read with me, okay? Is not your reverence your confidence? The integrity of your ways your hope? നിന്റെ അന്ന് വായിക്കാം പാസ്റ്റർ. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? Anything? In the next two verses we'll bring it home. Okay? Now it says, remember now whoever perished being innocent, or were the upright ever cut off, even as I have seen those who plow iniquity and sow trouble reap the same. Pastor John വായിക്കാം. ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവനാർ, നേരുള്ളവൻ എവിടെ മുങ്ങിച്ചു പോയിട്ടുണ്ടോ? ഞാൻ കണ്ടിടത്തോളം അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവർ അത് തന്നെ കൊയ്യുന്നു. സോ ഇവിടെയാണ് ചെറു പ്രശ്നം. എന്താ അറിയാമോ? there is a subtle danger in this theology. This is wrapped in divine justice, right? കേൾക്കുമ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്? കഷ്ടം വിതയ്ക്കുന്നവൻ കഷ്ടം കൊയ്യും. ശരിയല്ലേ? തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷ അനുഭവിക്കും. റൈറ്റ്? അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ പറയുമ്പോൾ ദിസ് ഈസ് എ ഫണ്ടമെൻ്റൽ തിയോളജി, ഡോക്ട്രിൻ ഓഫ് ദ തിയോളജി ഓഫ് ദ പാൻതിയോൺ, ഓർ ഇൻ ഷോർട്ട് വേർഡ് ഇസ് കോൾഡ് കാർമ. റൈറ്റ്? നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്, എല്ലാ റിലീജിയനും ഇത് പഠിപ്പിക്കുന്നുണ്ട്. അതായത് the focus is always on man. അവൻ എന്ത് ചെയ്യുന്നു, അവൻ്റെ പ്രവൃത്തിയാണ് എല്ലാത്തിൻ്റെയും മൂല കാരണം, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പഠിപ്പിക്കുന്ന ഒരു റിലീജിയൻ ലോകത്തുണ്ട്. ഇറ്റ്സ് കോൾഡ് പാൻതിയോൺ. Every religion is based on that except one, which is Islam. Anyway, let me repeat that. The attempt of all the religion in this world is to make man the center of attention, or in other terms called man-centered.
ഓക്കെ. വേർ ഇസ് ദ ഹോളി സ്പിരിറ്റ്? കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ എന്താ പഠിപ്പിക്കുന്നത്? വി മസ്റ്റ് ഡിപ്പെൻഡ് ഓൺ ഗോഡ് എവറി ടൈം. Whatever we do, we must depend on Him. Why? Because we are incapable of satisfying God's righteousness with our moral behavior. നമ്മൾ എത്ര നന്നായിട്ട് നമ്മൾ ബിഹേവ് ചെയ്താലും കർത്താവിൻ്റെ റൈച്ചസ്നെസ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് കുരിശിൽ മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. റൈറ്റ്? സോ ദിസ് ഈസ് ദ പ്രോബ്ലം. ദി ഓൺലി വേ യു കുഡ് ബി റൈച്ചസ് ലൈഫ് ഇൻ ദോസ് ഡേയ്സ്, ഓക്കെ, അതും ദൈവം കാണിച്ചു തന്നിട്ടുണ്ട് വചനത്തിൽ. എങ്ങനെ ആ ഒരു മനുഷ്യൻ റൈച്ചസ് ആയിട്ട് അന്ന് ജീവിക്കാൻ പറ്റുമെന്ന് അറിയാമോ? യു ഹാവ് ടു വാക്ക് വിത്ത് ഗോഡ് ലൈക്ക് ഈനോക്ക് ഡിഡ്. ഹാനോക്കിനെ പോലെ ദൈവത്തോട് കൂടെ നടന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ റൈച്ചസ്നെസ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. എന്താണെന്നറിയാമോ? ബിക്കോസ് യു ഫീൽ വാട്ട് ഗോഡ് ഫീൽസ്. ദൈവത്തിൻ്റെ ഹൃദയം നിന്നോട് എന്താ സംസാരിക്കുന്നത് നിനക്ക് കണ്ടിന്യൂസ് ആയിട്ട് നീ കേട്ടോണ്ടിരിക്കുമ്പം നീ തെറ്റി പോകത്തില്ല. ബട്ട് അതർവൈസ് യു ആർ ഇൻ ബിഗ് ട്രബിൾ. ഓക്കെ, നൗ when we study further, Job is also a person like that, right? യോബ് അങ്ങനെ ഒരു മനുഷ്യൻ. അന്ന് ദൈവം തന്നെ നമ്മളോട് സർട്ടിഫൈ ചെയ്ത് പറയുവാണ്, യോബിനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവത്തെ ഭയപ്പെടുന്നവനും ദോഷം വിട്ട് അകലുന്നവനും വേറൊരുത്തനുമില്ല. ദൈവം തന്നെ സർട്ടിഫൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. സോ വി നോ ദാറ്റ് ജോബ് ഡിഡ് ദ സെയിം തിങ്. We see all his, in his dialogue in the Bible, in Job, we see one thing, that Job is bringing the attention back to God. Every time he is bringing it back to God. Okay, even in his groanings, even in his difficulty, he's saying, why are you so focused on me? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതായത് യോബ് ചോദിക്കുവാണ് ദൈവത്തോട്. പാൻറ്റോൺ എന്താ പഠിപ്പിക്കുന്നത് അറിയാമോ? വി ആർ നോട്ട്, ഇറ്റ് ഈസ്, വി വാട്ട് വി ഡു, റൈറ്റ്? ഗോഡിന് പ്രത്യേകിച്ച് ഇതിനകത്ത് സാധനമൊന്നുമില്ല. വി ഹാവ് ടു ബി പെർഫെക്റ്റ്. ഇഫ് യു ആർ പെർഫെക്റ്റ്, യു ആർ ഗുഡ്. ഇഫ് യു ആർ നോട്ട് പെർഫെക്റ്റ്, യു ആർ ഗോയിങ് ടു പെരിഷ്. ദാറ്റ്സ് വാട്ട് ദേ ആർ സെയിങ്. ബട്ട് ജോബ് ഇസ് സെയിങ്, I know I am righteous, but I am going through this. But I know it is because you are so mindful of me. You are always watching over me. Can you remove your gaze at least for a minute? കഴിഞ്ഞ ആഴ്ച ജോബ് ബ്രദർ ഓർപ്പിച്ചു, ഒന്ന് തുപ്പൽ വിഴുങ്ങാനുള്ള സമയങ്ങൾ എന്താ? അത്രയും പോലും തൻ്റെ കണ്ണ് നമ്മളിൽ നിന്ന് മാറിയിരിക്കുന്നില്ല. You think about that. He does not leave you for a single second. That is not, അതൊരു നിങ്ങൾക്കൊരു കോൺഫിഡൻസിൻ്റെ ഇതല്ലേ? നിങ്ങൾ ഒരു ഉമിനീരിറക്കുന്ന സമയം പോലും അവൻ്റെ കണ്ണ് നിങ്ങളിൽ നിന്ന് മാറ്റുന്നില്ല. And that's who he is. And I was talking to Renju brother yesterday. When they went through that difficulty in the hospital, when things were so dark and they couldn't see it, but God's eyes were upon them every single minute, not removing any minute. Okay? And now, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ചിലപ്പോൾ എനിക്കൊക്കെ തോന്നുന്നതായിരിക്കും, അയ്യോ കർത്താവ്, ചിലപ്പോൾ ഞാൻ തെറ്റ് ചിന്തിക്കുവാണോ? Holy Spirit prompted me to read further. So, Job chapter 4, I kept reading further. And we all know Eliphaz had a supernatural visitation, right? Eliphazന് ഒരു supernatural visitation ഉണ്ടായിരുന്നു, right? Job chapter 4 verse 12 to 21. ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? 4:12 to 21. എൻ്റെ അടുക്കൽ ഒരു ഗൂഢവചനമെത്തി, അതിൻ്റെ മന്ദസ്വരം എൻ്റെ ചെവിയിൽ കടന്നു. മനുഷ്യർക്ക് ഗാഠനിദ്ര പിടിക്കുന്നേരം രാത്രി ദർശനങ്ങളായുള്ള മനോഭാവനകളാൽ ഭയവും നടുക്കവും എന്നെ പിടിച്ചു. എൻ്റെ അസ്ഥികളൊക്കെയും കുലുങ്ങിപ്പോയി. ഒരാത്മാവ് എൻ്റെ മുഖത്തിനെതിരെ കടന്ന് എൻ്റെ ദേഹത്തിന് രോമഹർഷം ഭവിച്ചു. ഒരു പ്രതിമ എൻ്റെ കണ്ണിനെതിരെ നിന്നു, എങ്കിലും അതിൻ്റെ രൂപം ഞാൻ തിരിച്ചറിഞ്ഞില്ല. മന്ദമായൊരു സ്വരം ഞാൻ കേട്ടതെന്തെന്നാൽ, മർത്യൻ ദൈവത്തിലും നീതിമാനാകുമോ, നരൻ സൃഷ്ടാവിലും നിർമ്മലനാകുമോ? പ്രൈസ് ഗോഡ്. ഇത് കേട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളെല്ലാവരും ഇത് വായിച്ചു കാണുമല്ലോ അല്ലേ? നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് എന്ത് തോന്നുന്നു? എനിവൺ? Okay, there is a big similarity in this world. Somebody else had a similar vision. Do you know who it is? Muhammad in the cave of Hira. He had a similar vision. You know what? Muhammad പറഞ്ഞത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. That his bones were shaken. The hair on his body was standing up.
And he was greatly afraid. You understand what I'm saying? Okay. You know what he is saying? ഇനി ഇപ്പോഴും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ verse 18 and 19, this spirit is talking to Eliphaz and saying this. He puts no trust in his servants. If he puts no trust in his servants, if he charges his angels with error, how much more those who dwell in houses of clay, whose foundation is in dust, who are crushed before a moth. You think about this, okay? Now, the Hebrew word that used there, charge, is called yasim. This word is actually not charge. It says put or placed. Okay? You think about this now. Job 19:8, this same word is used to express he has put darkness, he has put yasim, darkness, so that I cannot pass. Job is saying this. He has put darkness or placed darkness before me so I cannot pass. Okay? And now this spirit is telling Eliphaz that he charges his angels, or you just replace that word with yasim, saying he is placed error in his angels. Who's talking? Okay? Think about this. This messenger is none but Satan. He is accusing God of setting up so that everyone fails before him. God is someone who trusts no one. നമ്മുടെ ദൈവമല്ല കേട്ടോ. He is also accusing God as someone who doesn't care about human beings and consider them as insignificant as moth. ഒരു പുഴുവിനെ പോലെ, അതിനെപ്പോലെ മനുഷ്യരെ കരുതുന്ന ഒരു ദൈവമാണ് എന്നാണ് അവൻ അവകാശപ്പെടുന്നത്. This is also a pantheistic view. We know that, right? എന്താണ് pantheistic religion പഠിപ്പിക്കുന്നത്? That we take many incarnations, right? We become, we go in a cycle. Sometimes we can be moth too. All right. Okay, anyway. If you're not still convinced, read Job 42 verse 7. Job 42 verse 7. ഒന്ന് വായിക്കാമോ? യഹോവ ഈ വചനങ്ങളെ ഇയ്യോബിനോട് അരുളിച്ചെയ്ത ശേഷം യഹോവ തേമാന്യനായ എലിഫസിനോട് അരുളിച്ചെയ്തത്, നിന്നോടും നിന്റെ രണ്ട് സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. എന്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായത് സംസാരിച്ചിട്ടില്ല. മതി. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ? അതിന് ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം ആരെങ്കിലും? And it was so that after the Lord had spoken these words unto Job, the Lord said to Eliphaz the Temanite, my wrath is kindled against thee and against the two friends. മതി. You just think about that, okay? It is so, devious that God actually spoke to Eliphaz, to nobody else. Because no one else narrated a supernatural visitation to explain his theology. So this is what is happening. God is actually rebuking Eliphaz by name, saying, you and your friends have not spoken right about me. You think about that, okay? പക്ഷേ നമ്മൾ വചനം വായിച്ചു പോകുമ്പോഴോ ഇതെല്ലാം കറക്റ്റ് ശരിയാണല്ലോ പറയുന്നത്. what the enemy does? Uses the word of God to deceive. നമ്മളോട് എന്തെങ്കിലുമൊക്കെ ഫോൾസ് ഡോക്ടറിനെ പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിൻ്റെ വചനമൊക്കെ കലർത്തി വെച്ച് പറഞ്ഞാൽ we are not careful. That's what it is. Okay. The enemy of your souls is very crafty. And he uses different people group to do this. And there's another thing I wanted to bring to your attention. Every time there is a heavenly message coming to you, there is a pattern in the Bible. It always starts with introducing who they are and says, do not be afraid. Says, you are highly favored. Says, you are beloved. This is what the heaven does. When he sends a message to you, you will never be broken. You will be restored. When he sends a message, your life will be transformed and not destroyed. And that's what happens. So, we know from this pattern, this was not the right spirit. We all know the enemy uses the word of God to deceive people, right? We know from the Garden of Eden. What did he do? He used the word of God in such a way the focus was on man instead of God. What did he say? For God knows that in the day that you eat, your eyes will open and you will be like God, knowing good and evil. So he tried to spin it to make it the focus on man instead of on God.
So in one sentence, he accused God of concealing the truth and caused the man to fall. And the same strategy is used today also. ഇപ്പോഴും അത് തന്നെയാണ് അവൻ ഉപയോഗിക്കുന്നത്. അവൻ യഹൂദന്മാരെ പറഞ്ഞു പഠിപ്പിച്ചു, ദൈവത്തിൻ്റെ വചനത്തിലെ സത്യം ഗ്രഹിക്കാതെ അവരെന്നും തെറ്റിപ്പോകേണ്ടതിന് അവരുടെ നേതാക്കന്മാരെ ഉപയോഗിച്ച് ഈ അവരുടെ തനാഖിന് ഇൻ്റർപ്രിട്ടേഷൻസ് എഴുതി. സോ നൺ ഓഫ് ദി ജൂയിഷ് പീപ്പിൾ ആക്ച്വലി റീഡ് ദ ബൈബിൾ, the Tanakh, the Old Testament. They read what? Talmuds. And Talmuds are human interpretations of the word of God. And they are deceived. ഒരു Isaiah 53 ഒരു എക്സ്പ്ലനേഷൻ നിങ്ങളൊന്ന് എടുത്ത് വായിച്ചു നോക്കണം താൽമുഡിൽ. You will think, how can people be this foolish? But that's what the enemy does. All religion of the world, they teach that if you do more good than bad, you will get to heaven. So who is God? God is an indifferent accountant of your personal portfolio. നിങ്ങൾ എത്ര നല്ലത് ചെയ്യുന്നു, നിങ്ങൾ എത്ര ചീത്ത ചെയ്യുന്നു എന്ന് കണക്ക് കൂട്ടി അതിനകത്ത് ചീത്ത കൂടുതലാണെങ്കിൽ നരകത്തിലിടും, നല്ലത് കൂടുതലാണെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ വിടുന്ന ഒരു അക്കൗണ്ടൻ്റ് ആണ് ദൈവം. യു തിങ്ക് അബൌട്ട് ദാറ്റ്. അതാണ് പിശാച് പഠിപ്പിക്കുന്നത്. And he is not the sovereign God the Bible teaches. As the traditional churches, they created the system of priesthood, mediators, saints, penance, relics, pilgrimage, and purgatory to keep the focus on themselves rather than on God. What did God say? There is only one God and one mediator between God and man, who is Christ Jesus, who gave us a ransom for mankind. Ransom himself for mankind. In the 6th century, Satan used a man to create an ultimate man-centered religion called Islam, teaching their followers that heaven is more perverted than earth. You think about that. Heaven is more perverted than earth because your human desires that you couldn't satisfy here will be satisfied there. The ultimate man-centered religion. And we know that is why we call it, this is a religion from hell. Okay. The 18th century, Satan used Joseph Smith to create Mormonism, which is an Islamic version of Christianity, and teaching people that they all could become gods. You know that, right? Mormonism, ആരെങ്കിലും വന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു സഹോദരങ്ങളെ കേൾക്കാൻ പോലും ചെവി കൊടുക്കരുത്, because it's demonic. It says that you will become gods at the end. Our God, Father, was one time there was a man, and he became a god. So you all can become God. That's what Joseph Smith teaches. Anyway, and all these things are happening in these days, right? Lot of revelations. Today Alan was speaking from what is happening in the internet. So many things are proliferating and people are confused. So many different kind of doctrines are coming up. And still the man-centered gospel is the most influential doctrine among Christians. Unless we are careful, we could also be in error. നമ്മളും തെറ്റിപ്പോവും. കാരണം അങ്ങനെയാണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത്. You see, പാസ്റ്റർ നമ്മളെ ഫാസ്റ്റിംഗ് പ്രയറിൻ്റെ സമയത്ത് ഗലേഷ്യൻസിന് പഠിപ്പിച്ചു, റൈറ്റ്? ഗലേഷ്യൻസ് were very solid Christians. But now Paul had to rebuke them. അവരെ വഴക്ക് പറയേണ്ടി വന്നു. എന്താണ് കാരണം? How easily they were deceived. How easily they were deceived by the enemy to turn away from the truth of the gospel. There is only one gospel. And that gospel is centered on one person. That is, salvation is actually a person. You all know that, right? There is no other salvation. There is a person. Its name is Jesus Christ. So there is no other salvation. There is no other gospel. There is only one gospel. That gospel is called only through Jesus. You will go to the Father in heaven. He said, I am the Akkad. I am the Imad. I am the Qayyim. I am the Tariq. I am the way, the truth, and life. I am the only one. Jesus said this. But it is the effort of the human beings to somehow spin it, to make it possible that you can maybe you can go to purgatory. Maybe you can go through Mary. Maybe you can do this. Maybe you can, do something else and go. You cannot. Very, very simple. Gospel is very simple. Either you are in Jesus or you are not. This is a narrow way. You either go through him or you go through some other way. They're all thieves, the Bible says. Bible says they will all attempt, right? There are many doors, but there's only one door.
That door is called Jesus Christ. Once you get inside, once you are saved, once you receive the Holy Spirit, once you take the baptism and you are walking in faith, but this way is narrow. There is no broadness to this way. You cannot mix anything up. You cannot mix karma to this, because then you are now messed it up. Now you have moved from the way to a broad way. And where does the broad way go? To destruction. And this is what is happening. And the same spirit operates behind people who teach us prosperity theology. They teach that your best life is now. And they teach social justice gospel. They say that equality is everything. They even accuse God of the Old Testament as a cruel God. From the pulpits, that's what is happening. And CRT gospel. You know what is CRT gospel? It's called critical race theory gospel. And say that is that Bible condones slavery and oppression is a biblical idea to forward God's agenda. This is what they teach from the pulpit. And people now hate each other. Because they say, oh, I'm black, I hate the white people. Taught from the pulpit. Now, gender fluidity gospel. I say Bible was written in a male-dominated culture and hence should be redeemed. Giving rise to LGBTQ churches and feminist churches. Happening right now. Replacement theology. Happening right now, getting stronger actually. They teach that the physical Israel is replaced by spiritual Israel and hence Christianity should have nothing to do with Jews. And thus has become the foundation of anti-Semitism in the West. And it's growing. Anyway, I hope I'm able to show you the pattern how this works. They are all man-centered. Do you understand what I'm saying? All these things are man-centered. It is not centered on gospel. It is not centered on Jesus Christ. There is solution to all your problems in Jesus. All your problems, whatever that may be, it is in Jesus. It is not found anywhere else. You cannot peg that to equality in this world. You cannot peg that to something else in the world. It is pegged to Jesus Christ. That's it. Simple. Very, very rigid. But still, enemy will not stop. He will try to distort the truth of the gospel through the media proliferation. And it's easy to distort the truths of the scripture using these powerful media platforms. You see that, right? Every day in your midst. During our men's meeting, we spoke about mental strongholds. And this mental stronghold doesn't come in one day. It doesn't come like a prefab. They are built brick by brick. They are built thought by thought. That's how the enemy does. You keep watching. You see, the algorithms will push you something if you like. Let's say you like something that is not exactly as per the gospel. And now the algorithms will keep pushing it to you. And this is the strongholds the enemy is building in it's called a neural pathway. It becomes a stronghold in your mind. And then it's difficult to come out. Becomes a bondage. And only Jesus can give you deliverance from that. So, but look at our master. I want to show you this. So important. And then I'll close with that. Matthew chapter 4, verse 1 to 11. Let's read it. Matthew chapter 4, verse 1 to 11. Because I'm going to tell you how to counter this effect. How to counter it. Because it is so subtle, so deceptive. We have to be careful. And so this is what our Lord did. Matthew chapter 4, verses 1 to I'll read. Then Jesus was led up by the Spirit into the wilderness to be tempted by the devil. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. Can you all look here? Okay. Now, what is the enemy trying to do? What is the enemy trying to do? Bring the focus on to Jesus, saying, if you are the Son of God. If you are Son of God. നമ്മളോട് ചോദിക്കുകയാണ്, നമുക്കൊരു അത്യാവശ്യമുണ്ട്, നമുക്കൊരു വളരെ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെന്ന് വെച്ചോ, നമ്മൾ വിഷമിച്ചിരിക്കുമ്പം നമ്മളോട് പിശാചു എന്ന് പറയുക, നീ ഒരു ദൈവവേദനല്ലേ? അപ്പം നമ്മളെന്ത് പറയും? ആണ്. ദൈവം വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. അപ്പം അതങ്ങ് ചെയ്താൽ പോരെ? You understand what I'm saying? നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ he will use the same word. ഇതേ വചനം എടുത്തു വെച്ച് നമ്മളെ തെറ്റിക്കും. അതാണ് ഈ പറഞ്ഞത്. നമ്മൾ ആദമിനെ ഹവ്വയെ എങ്ങനെയല്ല തെറ്റിച്ചത്? വചനം എന്തെങ്കിലും തെറ്റി പറഞ്ഞോ? വചനം അതുപോലെയാണ് പറഞ്ഞത്. തെറ്റിപ്പോയി. റൈറ്റ്? പക്ഷേ യേശു കർത്താവിനെ നോക്കിയോ? If you are the Son of God, command these stones become bread. But he answered and said, it is written.
Man shall not live on bread alone, but on every word that proceeds out of the mouth of God. എൻ്റെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താൽ മനുഷ്യൻ ജീവിക്കുന്നു. അപ്പൻ, ഞാൻ ചോദിച്ചോട്ടെ സഹോദരങ്ങളെ, 40 ദിവസം കഴിഞ്ഞു. ഡോണ്ട് യു തിങ്ക് ഹീസ് ഹംഗ്രി? ഡോണ്ട് യു തിങ്ക് ഹി വാണ്ട്സ് ഫുഡ്? But it is more important for him than his life is his God. That is what the focus is. So every time when the enemy comes and whispers in your ear, you should turn it back to God and say, my God, He knows what I'm going through. I will not give you a small centimeter, but my God. That's what we are supposed to do. And then he took him to a holy city. അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിന് അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക, അവൻ നിന്റെ കാൽ കല്ല്, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. You know what is Jesus said? On the other hand, എല്ലാ ബൈബിൾ വചനത്തിനും ഇവിടെ നമ്മുടെ ചർച്ചിൽ ആരണ്ട് അന്ന് പഠിപ്പിച്ചു, every word of God in the Bible has other hand. ഒരു ബൈബിൾ വചനവും ഇല്ല ഇണയില്ലാത്തത്. ഓക്കെ, അത് നിങ്ങളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചു. ഒരു വചനത്തിന് പോലും ഇണയില്ലാത്ത എന്ന് പറഞ്ഞാൽ ഒരു പെയറില്ലാത്ത ഒരു ബൈബിൾ വേഴ്സ് പോലും വചനത്തിലില്ല. ഇതിന് നിങ്ങൾ ഒരു സൈഡിലുണ്ടെങ്കിൽ ഓൾഡ് ടെസ്റ്റമെന്റിൽ അതിനൊരു പെയറുണ്ട്. ഓൾഡ് ടെസ്റ്റമെന്റിൽ ഒരു വചനം ഉണ്ടെങ്കിൽ അവിടെ തന്നെ അതിനൊരു പെയറുണ്ട്. That is always there. So Jesus is saying, on the other hand, yes, it is true. He will command his angels to watch over you. It is true. It's not a lie, it's the truth. കർത്താവ് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, സത്യമാണ്. പക്ഷേ on the other hand it is written. What is written? നീ നിന്റെ ദൈവമായ യഹോവയെ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും എഴുതിയിരിക്കുന്നു. So when the temptation come, നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, I know it's difficult, but I will not put you to test. പിശാചിനോട് പറയണം, അവൻ്റെ മുഖത്ത് നോക്കി പറയണം, യെസ് ഇറ്റ് ഇസ് റിട്ടൺ, യെസ് കർത്താവ് ഈ വാഗ്ദത്തങ്ങളൊക്കെ എനിക്ക് വേണ്ടിയാണ് തന്നിരിക്കുന്നത്, പക്ഷേ ആ വാഗ്ദത്തം നിവൃത്തിയാകാത്തത് കൊണ്ട് ദൈവം സത്യം പറയുന്നില്ലെന്ന് അർത്ഥമുണ്ടോ? See that ഇന്ന് പാസ്റ്റർ ഇവിടെ വന്ന് ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിച്ചു. ഞാൻ അത് വിശ്വസിക്കുന്നത് ഞാൻ സക്രായക്ക് വേണ്ടിയാണ്. I believe that because he came here suddenly and he started prophesying, and I know it was for Zechariah because we prayed for him today, and it will be a great breakthrough coming. But we can tell the enemy, you have no share in this. You have no share because my God has promised and he is more than able to do it. And I'll wait for him. Okay, one more thing. And devil took him to a very high mountain and showed him all the kingdoms of the world and their glory. And he said, all these things I'll give you if you fall down and worship me. And now he suddenly turned the focus on him. He is telling, I am the God of this world. Did Jesus say no? Yeah. He didn't say no. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, അഖിലാണ്ടത്തെ നിർമ്മിച്ച ദൈവമാണ് മുൻപിൽ നിൽക്കുന്നു. He had the power to finish everything off in a split second. If he had changed his emotions a little bit, the whole thing would collapse. ആ ദൈവത്തോടാണ് അവൻ പറയുന്നത്, I am the God of this world. If you fall down and worship, I will give all this to you. നമ്മൾക്കും we have to be very careful. If he cannot entice you with your daily requirement, he will entice you with the promises of God. If he cannot, if he cannot win over that, and he will entice you with the pleasures of this world. Either way, he will try, keep on trying. The lust of the flesh, the lust of the eyes, and the pride of life. This is what he will beat every human beings with, and they will fall if you're not careful. Anyway, so now the warning. Enemy uses the word of God to corrupt our thought process. Just think about that, how deceiving that is. We trust in the word of God, right? We read in Psalms today, it is 7 times purified in the furnace. If you understand truly what it is saying, then you will live in its power. But if you're just casually using the word of God, you will be deceived. That's what the enemy is saying. So now he's saying, this is why you should not trust the human wisdom to understand the biblical principles. Never do that. Never ever trust a human being to train you in the way you should go. That is the job of the Holy Spirit. That is the job of the Word of God. Jesus promised that he will send us the Holy Spirit to do what? In John chapter 16 verse 13 says, however, when the Spirit of truth will come, he will guide you into
all the truth. അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും. അവൻ്റെ സ്ഥലത്ത് ഒരു വ്യാജവുമില്ല. അതിൻ്റെ അവിടെ ഒരു പ്രത്യേക ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ഈവൻ he will not say from his own. How awesome that is. The Spirit of God will not say things from his own, but he will take from Jesus and will give it to you. Because he is not with us now. He is not walking with us. He is not talking to us, but Holy Spirit will speak to you the truth. That's what it says. Oh, 2 Corinthians chapter 10 verse 4 to 5. 2 Corinthians 10 അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. It's a powerful verse. We meditated that during our men's meeting. For the weapons of our warfare are not carnal, but they are mighty in power. To do what? To break down strongholds, casting down arguments and every high thing that exalts itself against the knowledge of God, bringing every thought into captivity to the obedience of Christ. Pastor ഒന്ന് വായിക്കാം അത് മലയാളം. 2 Corinthians chapter 10 verse 4 to 5. അവയാൽ ഞങ്ങളുടെ ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. Amen. Praise God. See, you have to pay attention. This is what the enemy is trying to do. He is trying to build up arguments and pretensions against the knowledge of God inside of you that rises itself against the knowledge of God. Little by little. നിങ്ങൾ എന്നും നിങ്ങൾ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയോ, അതിനകത്ത് ഒരു ആർട്ടിക്കിൾ കാണും that supports evolution. There will be an article that supports any kind of demonic things that is happening in the world. It will always be there. Why is it there? It is not for the people of this world. They already believe that. Why do they need it? They don't need it. It is for us and our children. You need to know that. So, recently they found a fossil with a fresh tissue on it. Fresh tissue. So how old are the fossils? Many years. Billions and billions of years old, right? That's what we are taught. Okay. Now suddenly they found a fossil with a live tissue on it. Okay. Suddenly all their arguments collapsed. Because no live tissue can remain more than, they're by their own standard, they're saying they cannot remain more than 5,000 years. So now their argument collapsed. Now suddenly what they're saying, I saw an article today. It's saying that the live tissue proves that actually the dinosaurs have become birds. You see how they spin it? Suddenly if we have questions, oh wow, ഇത് പണ്ട് ഇടമറുകൻ എന്ന് പറഞ്ഞ PC ഇടമറുകൻ എന്ന് പറഞ്ഞൊരു ഏത്തീസ്റ്റ് ഉണ്ടായിരുന്നു. അയാളുടെ മീറ്റിങ്ങിൽ പറഞ്ഞു, പണ്ട് ഈ അത്ഭുതം ഇസ്രായേൽ മകൾ ജംഗിളിൽ കടന്ന് പറയുന്നതൊക്കെ അത് വെറും കള്ളമാണ്, അതൊന്നും അങ്ങനെയൊന്നുമില്ല. അന്ന് വേലിയേറ്റവും വേലിയിറക്കം ഉണ്ടായിരുന്നു. വേലിയിറക്കത്തിൻ്റെ സമയത്താണ് അവർ കടന്നു പോയത്. മുട്ടറ്റം വെള്ളം ഉണ്ടായിരുന്നു, അതാണ് സത്യം. അപ്പോൾ ഒരു ഫ്രണ്ട് ഇരുന്നൊരു അമ്മച്ചി ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞു. അപ്പം ഇടമറുകനും ദേഷ്യം വന്നു. ഇതൊരു കൺവെൻഷൻ എന്ന് പറഞ്ഞു, നിങ്ങളെന്തിനാ ഇവിടെ നിന്ന് സ്തോത്രം പറഞ്ഞു പറഞ്ഞു, ഈ മുട്ടറ്റം വെള്ളത്തിലാണല്ലോ ഫറവോനെ അവൻ്റെ സൈന്യത്തെയും ദൈവം മുക്കിക്കൊണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ ആർട്ടിക്കിളൊക്കെ കാണുമ്പോൾ നമുക്കങ്ങ് ഭയങ്കര സന്തോഷമാണ്. ബട്ട് വാട്ട് ദേ ആർ ട്രൈങ് ടു ഡു, സ്പിൻ. So that you have a confusion in your mind. That is what the enemy needs. Enemy is trying to confuse you. So always be sure our word of God is true. It never changes. It's eternal and everlasting. And all the truth will guide you home. That's what it is. Our God is the most merciful, most benevolent, most caring, most loving Heavenly Father who loves us and cares us for us so much that He sent His Son to die on the cross for our sake. This is our God. It is not that He is not mindful of us. The pantheon says we are worth nothing. We are a part of a cycle. No, we are not. Each of you so unique that God, His Son, paid a price on the cross for your soul. And He redeemed you from the eternal darkness. And this is a hope that we have to share with our friends and others that we see and say, dear, you don't have to go in a cycle in this world, hopeless, endless cycle, and be struggling and be distressed about it. There is a hope, and that hope is called Jesus Christ. And the Bible says, there may be things that you don't understand, but always think,
that he is in control. Even the things happening in the world, he is in control. It is not that he is indifferent. It's not that he is not mindful of people dying. It is that he wants to bring it to a close. When everything will be said and done, there will be a righteous kingdom in this world, ruled by the King of Kings and the Lord of Lords, Yeshua HaMashiach, from in Israel, from Zion. This is what the promise is. So we can all look forward to that. But we won't be here on earth to do that. We will be saints returning with him, with the millions of angels to rule and reign over this world. And that's our hope. So let's keep that hope glowing. And may Lord bless us to lead a victorious Christian life in him. May God bless us all.